സൂര്യന് എന്തോ ഒരു പ്രത്യേകത തോന്നണില്ലേ? ഇനി എനിക്ക് മാത്രം തോന്നിയതായിരിക്കുമോ? ചിലപ്പോൾ ആയിരിക്കും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് എനിക്കങ്ങനെ തോന്നിയതായിരിക്കും. ഞങ്ങളുടെ സ്വപ്നങ്ങൾ വിരിയാൻ വേണ്ടി സ്വന്തം സ്വപ്നങ്ങളെ ഇതളുകൾക്കുള്ളിൽ അമർത്തി പിടിച്ച ഒരാളുണ്ട്, എൻ്റെ അമ്മ. ഇന്ന് എൻ്റെ അമ്മയെ ദൈവം ഞങ്ങൾക്ക് സമ്മാനിച്ച ദിവസമാണ്. സാഹിത്യ രൂപത്തിൽ പറയാനും മദേഴ്സ് ഡേക്ക് സ്റ്റാറ്റസ് ഇടാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പക്ഷെ അത് ജീവിതത്തിൽ മറന്നു പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. അത്തരത്തിൽ സങ്കടപ്പെടുത്തുന്ന ഒരു ദിവസം തന്നെയായിരുന്നു ഞങ്ങൾക്കിന്ന്. ഏതൊരാൾക്കും ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക എന്ന് പറയുന്നത് അവരുടെ പിറന്നാൾ ഒരാൾ ഓർത്തിരിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു പോയൊരു ദിവസമായിരുന്നു. സത്യം പറഞ്ഞ അമ്മേൻ്റെ പിറന്നാൾ ഇന്നാണെന്ന കാര്യം ഞങ്ങൾ മൂന്നാൾക്കും ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ ചേച്ചീൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ ഒരു മോളുണ്ട്. അപ്പോൾ അവരെ പിറന്നാളിൻ്റെ അതേ ദിവസം തന്നെയാണ് അമ്മേൻ്റെ പിറന്നാളും. അവരെ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് അയ്യോ അമ്മേൻ്റെ പിറന്നാൾ എന്നുള്ള കാര്യം ചേച്ചിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ചേച്ചി എന്നെ മൂത്ത ചേച്ചിയൊക്കെ വിളിച്ചു. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്താണ് അമ്മേൻ്റെ പിറന്നാളാണല്ലോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഓർമ്മ വന്നത്. അപ്പം എനിക്കായാലും ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. അമ്മ ഞങ്ങൾ അറിയിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അന്ന് അമ്പലത്തിലൊന്നും പോയിട്ടില്ലായിരുന്നു. രാവിലെ ഞാൻ വിളിച്ച സമയത്തും ഒരു ക്ലൂ പോലും അമ്മ തന്നിട്ടുമില്ല. നാളെ വരുമ്പോൾ ലാസ്റ്റിലേക്കാണ് അധികം അമ്മേൻ്റെ പിറന്നാൾ വരിക. അപ്പോൾ ലാസ്റ്റിലാവും എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് വിട്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ഒരു സർപ്രൈസ് അമ്മയ്ക്ക് കൊടുക്കണം എന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ ഇത്ര കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു വീഡിയോ ആയി ചെയ്യണം എന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടുമില്ല. ഇത് മോളെയായിട്ട് ആ പാക്കിങ് ചെയ്യുന്ന സമയത്ത് രസകരമായിട്ട് തോന്നിയപ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നടന്നു. സാധാരണ ഞങ്ങളൊരു പിറന്നാൾ വരുമ്പോൾ ഒരുപാട് പ്ലാൻ ചെയ്യും. പക്ഷെ ആ സമയമാകുമ്പോൾ എന്തെങ്കിലും ഒരു പെട്ടുപോകുന്ന ഒരവസ്ഥ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്രയും കുറച്ച് സമയം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നപ്പോൾ ഭയങ്കര ഒരു അതിശയമായിരുന്നു. അമ്മയ്ക്ക് അങ്ങനെ ഒരു സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ഭയങ്കര ഒരു സന്തോഷം തോന്നി. അങ്ങനെയായപ്പോൾ ഞങ്ങളും വിചാരിച്ചു നമുക്ക് ഈ ഒരു ഓർമ്മ എന്നൊരു നല്ല ഓർമ്മയായിട്ട് ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമുക്ക് ഫയൽ ചെയ്ത് വെക്കാം. നമ്മൾ ആഗ്രഹിച്ചിട്ട എല്ലാ വീഡിയോസിൻ്റെയും കൂടെ ഈ ഒരു കാര്യം കൂടി നിൽക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞങ്ങളിതൊരു വീഡിയോ ആക്കാമെന്ന് പെട്ടെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി നമുക്ക് പിറന്നാളിന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊന്നും നോക്കാം കേട്ടോ. ഞാൻ ആദ്യം തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു. അപ്പോൾ ഈ കാര്യം പറയേണ്ട താമസം ഏട്ടൻ്റെ മറുപടി വന്നു, നിങ്ങൾ എന്തിനാ മക്കളാന്നും പറഞ്ഞ് നടക്കണേ? അമ്മ എന്തെങ്കിലും മറന്നാലോ വിളിക്കാഞ്ഞാലോ ഭയങ്കര സങ്കടമല്ലേ? അപ്പം അമ്മയ്ക്കതൊന്നുമില്ലേ? ശരിക്കും പറഞ്ഞാൽ മറുപടി ഒന്നുമില്ലാത്തൊരു ചോദ്യമായിട്ട് അതങ്ങനെ എങ്ങോട്ടോ പോയി. ഇനി എന്ത് ചെയ്യും? കേക്ക് വേണം. ഏട്ടൻ ആദ്യം തന്നെ കേക്കിന് വിളിച്ചു. അവിടെയുള്ള ഞങ്ങളുടെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എഗ്ലെസ് ആയിട്ടുള്ള കേക്ക് തന്നെ വേണമായിരുന്നു. കാരണം ചേച്ചീൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ ശബരിമലയ്ക്ക് പോകാൻ മാലിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എഗ്ലെസ് കേക്ക് തന്നെ വേണം. അപ്പോൾ നമ്മുടെ കേക്ക് ചെയ്തിരുന്ന റെനിത്ത ഏട്ടനെ വിളിച്ചപ്പോൾ അവർ കോഴിക്കോടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എഗ്ലെസ് കേക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞത് ഇനി കോഴിക്കോട് നിന്ന് വന്നിട്ട് കേക്കൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു രാത്രി ഒരു 7:30 ആവും കിട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് കുറച്ചൊരു ബുദ്ധിമുട്ടായ കാര്യമായിരുന്നു. കാരണം ചേച്ചിക്കും മക്കൾക്കൊക്കെ ആയാലും രാത്രി ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം. അപ്പോൾ ഒരുപാട് വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ നമ്മുടെ സർപ്രൈസിൻ്റെ ഫസ്റ്റ് ഘട്ടം തന്നെ ആകെ പൊളിഞ്ഞ് പാപ്പരായി എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. കേക്ക് വേണോ എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പരസ്പരം ചേച്ചീനെയൊക്കെ വിളിച്ചിട്ട് ഇനി കേക്ക് വേണ്ടാന്ന് വെച്ചാലോ എന്നുള്ളൊരു കാര്യം ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഏട്ടനെ വിളിച്ചപ്പം കേക്കിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം ആക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഏട്ടൻ പറയും ഇനി കേക്കും വേണ്ടേ, കേക്കും ഇല്ലാണ്ട് എന്ത് പിറന്നാളാണ് നിങ്ങൾ എങ്ങനെ ആഘോഷിക്കാൻ വിചാരിക്കണേന്ന് ചോദിച്ചു. അങ്ങനെയുള്ള സമയത്താണ് റെനിത്തേട്ടൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത്, ഞാൻ കഴിയുന്ന വേഗം തന്നെ എത്തിയിട്ട് ചെയ്ത് തരാൻ നോക്കാമെന്ന്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കാര്യത്തിലൊരു സമാധാനമായി. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞത് അമ്മയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ മൂന്നാളും ഇങ്ങനെ ആലോചിക്കുന്നത് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അമ്മയ്ക്കൊരു ചെരുപ്പ് വാങ്ങിക്കണം. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം
അമ്മ ഉപയോഗിച്ചിരുന്ന ആ ഒരു ചെരുപ്പ് ഇപ്പോൾ കടകളിലൊന്നും നമുക്ക് കാണാനില്ല. അത് വലിയ സംഭവം ചെരുപ്പൊന്നുമല്ല, ഒരു വില കുറഞ്ഞൊരു ചെരുപ്പ് തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും എന്തുകൊണ്ടായിരിക്കും അമ്മ ഈ ചെരുപ്പിന് ഇങ്ങനെ പ്രണയിക്കണേ എന്നുള്ള കാര്യം. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെരുപ്പാണ്. അപ്പോൾ അമ്മ വരുന്ന സമയത്ത്, പണി കഴിഞ്ഞ് വരുന്നതും കാത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ചെരുപ്പിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴാണ് ഓടിച്ചെല്ല അമ്മ വരുന്നുണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ. ഏതൊക്കെ ചെരുപ്പ് അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്താലും അതിലൊന്നും അമ്മേൻ്റെ കാര്യങ്ങൾക്കൊരു സന്തോഷം ആവാത്ത പോലെ. അമ്മ എപ്പോഴും പറയാം ആ ചെരുപ്പിൻ്റെ കാര്യം ഇങ്ങനെ പറയാം, ആരെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിലൊക്കെ നോക്കാൻ പറയണം, മേടിക്കാൻ പറയണം എന്നൊക്കെ പറയണം. അമ്മേൻ്റെ ഒരു സന്തോഷമല്ലേ വിചാരിച്ചിട്ട് ഞങ്ങൾ പോകുമ്പോഴൊക്കെ നോക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ചെരുപ്പ് കിട്ടാറില്ല. അപ്പം ഇന്ന് അമ്മയ്ക്ക് ആ ഒരു ചെരുപ്പ് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാവും എന്നുള്ള രീതിയിൽ അതെങ്ങനെയെങ്കിലും ഒന്ന് കിട്ടാൻ മതിയായിരുന്നു എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ആ ചെരുപ്പ് ചെറുപ്പം തൊട്ടേ ഞാനിങ്ങനെ അമ്മ സ്ഥിരം എല്ലാവരാണെങ്കിലും ഒരു ചെരുപ്പ് വാങ്ങി പിന്നെ അടുത്തത് വേറൊരു ചെരുപ്പിലേക്ക് മാറും. സ്ഥിരം അമ്മ ആ ചെരുപ്പ് തന്നെ ഇടുന്ന കാണുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു കേട്ടോ, അമ്മ എന്താണ് ഈ ചെരുപ്പ് തന്നെ ഇട്ട് നടക്കാനുള്ള കാര്യം. അന്നൊന്നും നമുക്കത് അത്ര കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ഇപ്പം ചിന്തിക്കുമ്പോൾ എനിക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം അമ്മ ഞങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായി അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും നടത്തണമായിരുന്നു. അതുകൊണ്ട് അമ്മ സ്നേഹിച്ച സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. വില കുറഞ്ഞ സാധനങ്ങളായിരുന്നു അമ്മ അന്ന് തൊട്ടേ സ്നേഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം പെട്ടെന്ന് അമ്മേൻ്റെ കാലുകൾക്ക് വേറൊരു ചെരുപ്പിലേക്ക് മാറാനുള്ളൊരു താല്പര്യം ഇല്ലാണ്ടായി. അതാണ് സത്യം. എങ്ങനെ ആ ചെരുപ്പ് കിട്ടുമെന്ന് ചിന്തിക്കായിരുന്നു. അപ്പം ഇവിടുത്തെ അമ്മ എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. ഞാൻ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ അമ്മ എന്നാണ് പറയുക. അപ്പോൾ ഇവിടുത്തെ അമ്മ കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ അമ്മനോട് ഇങ്ങനെ ഈ ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞു. കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചത്. ഞങ്ങൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഞങ്ങൾ ചോദിക്കാറുണ്ട് അമ്മേനെ ഒരു ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കിട്ടാറില്ല. അപ്പോൾ ഇന്ന് അമ്മ പോയപ്പോൾ അത് കിട്ടി. ഒരുപാട് സന്തോഷമായി. ഏകദേശം ഒരു 4:45 ആയപ്പോൾ ഏട്ടൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏട്ടന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് വരുന്ന സമയത്ത് ഒരു പാർട്ടിയുടെ സമ്മേളനമായിട്ട് കുറച്ച് നേരം ബ്ലോക്കൊക്കെ ആയിട്ട് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ. പിന്നെ ഞങ്ങൾക്ക് വേറൊരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടക്കൂലേ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം അമ്മയ്ക്ക് ചെടി മേടിക്കണമെന്നുണ്ടായിരുന്നു. കാരണം അമ്മയ്ക്ക് ചെടി ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഒക്കെ അമ്മ ചെടികളെടുത്ത് പോയി. അതൊരു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ചെടി മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്ന് കിട്ടുമോ, അതുപോലെ തന്നെ ഒരുപാട് വൈകി കഴിഞ്ഞാൽ അതെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പാപ്പൻ അറിയുന്നൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ പാപ്പൻ ആ ഷോപ്പിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ വൈകിയാലും കുഴപ്പമില്ല, ചെടി പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി, അവർ വന്ന് എടുത്തോളും എന്നൊക്കെ പറഞ്ഞിട്ട് പാപ്പനത് സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു താമരയുടെ തൈയാണ് വാങ്ങിയത്. അമ്മയ്ക്ക് താമരയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് താമരേൻ്റെ തൈ തന്നെ വാങ്ങി. ഞങ്ങൾ ഗിഫ്റ്റൊക്കെ വീട്ടിൽ നിന്ന് പൊതിഞ്ഞ് പോവാന്നുള്ള രീതിയിലാണ് നിന്നത്. പക്ഷെ നമ്മൾ പൊതിഞ്ഞ് പകുതി ആയപ്പോഴേക്കും കേക്കിനെ വിളിച്ചിരുന്നു. കേക്ക് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു 6:15 ഞങ്ങൾ അവിടെ നിന്ന് കേക്കുമായിട്ട് പോകുന്നു. അപ്പോൾ ഈ കേക്ക് നമുക്ക് വീട്ടിൽ ഏൽപ്പിച്ചിട്ട് വേണം അവിടെ പോയിട്ട് താമര എടുക്കാം. അതൊക്കെ അമ്മ കാണാണ്ട് ചെയ്യും വേണം. അപ്പോൾ അതിന് ചേച്ചീനോട് ഞാൻ ഒന്ന് പുറത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ അമ്മ TV കാണുന്ന സമയത്ത് അമ്മ കാണാതെ ചേച്ചി അപ്പുറത്തു കൂടെ വന്നിട്ട് കേക്കൊക്കെ വാങ്ങിച്ച് കാണാണ്ട് തന്നെ വെച്ചു. പിന്നെ ഞങ്ങൾ താമര എടുക്കാൻ വേണ്ടി പോയി. താമര എടുക്കാമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ റോഡ് പണി സംഭവങ്ങളൊക്കെ കാരണം ഒരുപാട് ചുറ്റിക്കറങ്ങിയിട്ട് വേണം പോകാൻ. പിന്നെ നല്ല രാത്രിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ താമര ഭദ്രമായിട്ട് തന്നെ അവർ ഒരു മാവിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇരുട്ടായിരുന്നു, ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പോൾ വണ്ടി പോണ വെളിച്ചത്തിലും നമ്മുടെ ബൈക്കിൻ്റെ വെളിച്ചത്തിലൊക്കെ അത് നമ്മൾ തെരഞ്ഞു നോക്കി കണ്ടെത്തി. ഇതൊക്കെ നമ്മൾ അമ്മ അറിയാണ്ട് തന്നെ സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോൾ അമ്മയ്ക്ക് വലിയ സർപ്രൈസായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം ഞങ്ങൾ വീട്ടിൽ ഇവിടെ ഒരു വയലറ്റ് ആമ്പലുണ്ട്. അപ്പോൾ അതിന് തൈ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വേണം, അമ്മ അത് എടുത്ത് വെക്കുമെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് അമ്മേനെ കാണാന്നുള്ള രീതിയിൽ കാണാൻ തോന്നുമ്പോഴൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് വലിയ അത്ഭുതം തോന്നിയില്ല. പിന്നെ അങ്ങനെ അപ്പോൾ ചേച്ചീൻ്റെ മക്കളും ചേച്ചിയൊക്കെ വന്നപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. കാരണം അമ്മയ്ക്ക് ചേച്ചീൻ്റെ മക്കൾ ശബരിമലയ്ക്ക് പോകാൻ മാലിടുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് വയ്യാണ്ടായിട്ട് അമ്മയ്ക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു കാണാനൊന്നും.
അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു ഓരോന്ന് കാണണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ അമ്മയ്ക്ക് അത് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ തന്നെ അമ്മയ്ക്ക് തോന്നി എന്തോ ഇവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഞാനിങ്ങനെ ആ ചെരുപ്പൊക്കെ കിട്ടിയ അഹങ്കാരത്തോടു കൂടിയിട്ടൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത ചേച്ചി ഒരു എമർജൻസി വാങ്ങിക്കുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. വീട്ടിലൊരു എമർജൻസി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വീഴൊക്കെ ചെയ്തിട്ട് ആൾ കുറച്ച് പിണക്കത്തിലായിരുന്നു. കാരണം അത് കുത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരെ ചാർജ് നിൽക്കുള്ളൂ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ചാർജ് പോവും. അപ്പോൾ അമ്മയ്ക്കൊരു എമർജൻസി അത്യാവശ്യമായിരുന്നു. അപ്പോൾ ചേച്ചി അതുകൊണ്ടൊരു എമർജൻസി വാങ്ങിക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ചേച്ചി അമ്മയ്ക്കൊരു പേഴ്സ് മേടിക്കാമെന്നാണ് വിചാരിച്ചത്. പേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ പേഴ്സുകളുണ്ട്, എന്നാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന, അമ്മ കൊണ്ട് നടക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ വേറെ ഏതൊക്കെ പേഴ്സുകളുണ്ടെങ്കിലും അമ്മയ്ക്ക് ഒരു പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ കുഞ്ഞി കൈയൊക്കെ ആയിട്ട് ഈ വിരലിൻ്റെ ഉള്ളിലൂടെ ഇട്ട് പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പേഴ്സ് ഉണ്ട്. അതാകുമ്പോൾ അമ്മയ്ക്ക് എവിടെ പോകുമ്പോഴായാലും വിരലിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ നടക്കും അമ്മ. അപ്പോൾ ആ ഒരു പേഴ്സ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ എന്തൊക്കെയാണെങ്കിലും അമ്മ അതൊന്നും എടുക്കൂല, ഈ ഒരു പേഴ്സ് എടുക്കുകയുള്ളൂ. അപ്പോൾ അമ്മ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കുറേ കാലമായിട്ട് ഇങ്ങനെ ചൊറി പിടിച്ച പോലെ അവിടെ ഇവിടെ ചുരണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചിക്ക് അങ്ങനത്തെ ഒരു പേഴ്സ് തന്നെ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതൊക്കെ ചെയ്തതിനേക്കാളും അമ്മയ്ക്ക് സന്തോഷമായതെന്ന് വെച്ചാൽ അമ്മേൻ്റെ പിറന്നാൾ ഞങ്ങൾ ഓർത്തെടുത്തു. അമ്മ പറയാണ്ട് തന്നെ, അമ്മ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ആയി, പിന്നെ രാത്രി വരെ ആയപ്പോഴും ഞാൻ വിളിച്ച സമയത്ത് അമ്മ ഞങ്ങളെന്തായാലും പറ്റിക്കാൻ നോക്കിയതില്ല. അപ്പോൾ അമ്മേനെ ഒന്ന് പറ്റിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്കായാലും ഞങ്ങൾക്കത് ഓർമ്മയില്ല, അതങ്ങനെ വിട്ടുപോയെന്ന് വിചാരിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ പിന്നെ അമ്മ കാണാൻ ആഗ്രഹിച്ച് നിൽക്കുകയായിരുന്നല്ലോ. അപ്പോൾ അതും ആയപ്പോൾ അമ്മയ്ക്കത് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു പിറന്നാൾ ആശംസിക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി, അമ്മ ഒരുപാട് സന്തോഷിച്ചു, ചിരിച്ചു. അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങളും ഭയങ്കരമായിട്ട് ഹാപ്പിയായി. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വേറൊരാൾക്ക് സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ അത് വിജയത്തിലെത്തുക എന്ന് പറയുമ്പോൾ അവർ സന്തോഷിക്കുമ്പോഴാണ്. അമ്മേൻ്റെ കൊച്ചുമക്കൾക്കായാലും കളിച്ചിട്ട് മതിയായിട്ടില്ലായിരുന്നു കേട്ടോ, കാരണം അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഏട്ടന്മാർ പോകുമ്പോൾ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു കൂടെ പോകണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ എന്നും നമ്മുടെ ഓർമ്മയിൽ ഒരുപാട് ദിവസങ്ങളുണ്ട്, നമ്മളതൊക്കെ എടുത്തു വെക്കാറുമുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം എന്നും ഒരു നല്ല ഡയറിക്കുറിപ്പായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.